വാട്ട് ഈസ് അമൻസ് പ്രസൻറ്റ് ഏജ് ഇഫ് ആഫ്റ്റർ 20 years ഹീസ് ഏജ് വിൽ ബി 10 times ഹീസ് ഏജ് 10 years ബാക്ക്? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അമൻ്റെ പ്രസൻറ്റേജ് ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്ക് അമൻ്റെ പ്രസൻറ്റേജ് എന്താ, എക്സ് എന്ന് എടുക്കാം. അവൻ പ്രസൻറ്റേജ് എക്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിവിടെ തന്നിട്ടുണ്ട് ഈഫ് ആഫ്റ്റർ 20 years ഹീസ് ഏജ് വിൽ ബി, അതായത് 20 വർഷം കഴിഞ്ഞിട്ട് ഏജ്. ഇപ്പോൾ പ്രസൻറ്റേജ് എക്സ് ആണെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ എന്താണ്, എക്സ് പ്ലസ് 20 അല്ലേ വരിക. അതാണ് 20 വർഷം കഴിഞ്ഞിട്ടുള്ള പ്രായം. അത് എന്താണ്, 10 times ഓഫ് 10 years ബാക്ക്. 10 years ബാക്ക് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് ഏജിന്ന് 10 വർഷം മുന്നേ. അപ്പോൾ എക്സ് മൈനസ് 10 വരുമല്ലോ. ഇനി നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് 20 ഈക്വൽ ടു 10 നമുക്ക് ഉള്ളിലേക്ക് എടുക്കാമല്ലോ. 10x മൈനസ് 100 വരുമല്ലോ. ഇനി നമുക്ക് എക്സുള്ള ടൈം ഒരു സൈഡിലേക്കും കോൺസ്റ്റൻറ്റ് വേറൊരു സൈഡിലേക്കും കൊണ്ടുപോയി നോക്കാം. അപ്പോൾ എക്സ് ഇങ്ങോട്ട് കൊണ്ടുപോകാം, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും, 9x വരുമല്ലോ ഇവിടെ. 10x മൈനസ് എക്സ് 9x. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, 120 വരുമല്ലോ. മൈനസ് 100 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 100 ആവും. അപ്പോൾ 128. ഇപ്പോൾ എക്സിൻ്റെ കാര്യം നമുക്ക് കണ്ടുപിടിച്ചാലോ. എക്സിൻ്റെ കാര്യം എത്രയാണ് വരിക, 120 ഡിവൈഡഡ് ബൈ 9. 120 ഡിവൈഡഡ് ബൈ 9 എന്ന് പറയുമ്പോൾ എത്രയാണ്, 13.3. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവൻ്റെ പ്രസൻറ്റേജ് വരുന്നത്, 13.3 years.